മലയാറ്റൂരിൽ സുഹൃത്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ്. ചിത്രപ്രിയയുടെ മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, അതിക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയ നേരിട്ടതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എപ്പോൾ കൊല്ലപ്പെട്ടെന്ന കാര്യത്തിൽ ഒരു നിഗമനം വന്നിട്ടുണ്ടോ? 3 ദിവസം മുമ്പ് കാണാതായതാണ്, ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളം മലയാറ്റൂരിൽ പെൺസുഹൃത്തിനെ അതിക്രൂരമായാണ് സുഹൃത്ത് അലൻ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. 3 ദിവസം മുമ്പ് കാണാതായ ചിത്രപ്രിയയുടെ മൃതദേഹം ഇന്നലെയാണ് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ കണ്ടെത്തിയത്. വിഷ്ണു സുരേഷ് തുടരുന്നു. വിഷ്ണു, പറയാം, തുടക്കം മുതൽ പറയാം. സുഹൈല്, അതിക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയ നേരിട്ടതെന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഇൻക്വസ്റ്റ് നടപടിയിൽ ഒരു മുറിവാണ് തലയിൽ കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് എത്തുമ്പോൾ 1-ലധികം മുറിവുകൾ തലയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന മുതൽ. അതായത് ഭാരമുള്ള കല്ലുപയോഗിച്ച് തലക്കടിച്ച് അലൻ പരിക്കേൽപ്പിച്ചു. അതിനുശേഷം ആന്തരിക രക്തസ്രാവം അടക്കമുണ്ടായി. സ്വാഭാവികമായും വയറിലടക്കം പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം അതിനിപ്പോൾ 2 ആഴ്ച സമയമെടുക്കും. പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അലന്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. CCTV ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പോലീസ് കണക്കാക്കുന്നത്. ഒപ്പം ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും സമാഹരിച്ചിട്ടുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ്. ശനിയാഴ്ച വൈകിട്ടോടുകൂടി ചിത്രപ്രിയയെ കാണുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വീട്ടുകാർ പരാതി നൽകി കാലടി പോലീസിൽ. പോലീസ് പലയിടങ്ങളിലായി പരിശോധന നടത്തി. ഒടുവിൽ ഇന്നലെ വൈകിട്ട് ഈ പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം കാലടി പോലീസ് സ്റ്റേഷൻ 6 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു പറമ്പിൽ ഒരു മൃതദേഹം ലഭിക്കുന്നു. ആ മൃതദേഹം ചിത്രപ്രിയയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്. പിന്നാലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അലനിലേക്ക് എത്തിയത്. അലനെ ഇന്നലെ രാവിലെയോടുകൂടി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ചിത്രപ്രിയക്ക് മറ്റാരൊക്കെയുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോറ്റാനിക്കരയിൽ കണ്ട ആ ക്രൂരമർദ്ദനം നമുക്കുണ്ട്, ആ കൊലപാതകം നമുക്ക് മുമ്പിലുണ്ട്. അതിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ പറയുന്ന മലയാറ്റൂരിൽ സംഭവിച്ചിരിക്കുന്നതും. സുഹൈൽ, സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ കൂട്ടിയവൻ തന്നെയാണ് ചിത്രപ്രതിയുടെ ജീവനെടുത്തത്, അതും അതിക്രൂരമായി. വിഷ്ണുവാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.